നമസ്കാരം. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ തെളിയുകയാണ്. പോരാട്ടം കടുക്കുമ്പോൾ ആവനാഴിയിൽ ആയുധങ്ങൾ ഓരോന്നും പുറത്തെടുക്കുകയാണ് നേതാക്കൾ. SDPI പിന്തുണയുടെ അപകടം തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഒടുവിൽ ആ പിന്തുണ വേണ്ടെന്ന് അറുത്തുമുറിച്ചു പറഞ്ഞു. പക്ഷേ അപ്പോഴും വോട്ട് വ്യക്തിപരമെന്ന് പറഞ്ഞ് വാതിൽ പാതി തുറന്നിടുന്നുമുണ്ട്. രാഹുലിന്റെ റോഡ് ഷോയിലെ പതാക നിറത്തിൽ വിവാദം ചാലിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയപ്പോൾ സ്റ്റഡി ക്ലാസ് വേണ്ടെന്നായിരുന്നു UDFന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അങ്കത്തട്ട് ആരംഭിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പത്രിക ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി വ്യാഴാഴ്ച അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലായി 290 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. ആകെ 499 പത്രികകൾ ഇതുവരെ ലഭിച്ചു. ഏപ്രിൽ 8-ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. ഏറ്റവും കൂടുതൽ പത്രിക ലഭിച്ചത് തിരുവനന്തപുരത്താണ്, 22 എണ്ണം. 8 പത്രികകളുള്ള ആലത്തൂരാണ് ഏറ്റവും കുറവ്. ആറ്റിങ്ങൽ 14, കൊല്ലം 15, പത്തനംതിട്ട 10, മാവേലിക്കര 14, ആലപ്പുഴ 14, കോട്ടയം 17, ഇടുക്കി 12, എറണാകുളം 14, ചാലക്കുടി 13, തൃശൂർ 15, പാലക്കാട് 16, പൊന്നാനി 20, മലപ്പുറം 14, കോഴിക്കോട് 15, വയനാട് 12, വടകര 14, കണ്ണൂർ 18, കാസർഗോഡ് 13 എന്നിങ്ങനെയാണ് മറ്റ് മണ്ഡലങ്ങളിലെ കണക്ക്. മാർച്ച് 28-നാണ് സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത്. പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ വ്യാഴാഴ്ച 252 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിനം വിവിധ മുന്നണികളിലെ പ്രമുഖർ നാമനിർദ്ദേശ പത്രിക നൽകി. KC വേണുഗോപാൽ, K സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, K മുരളീധരൻ അടക്കമുള്ളവരാണ് പത്രിക നൽകിയത്. പേരൂർക്കടയിൽ നിന്ന് റോഡ് ഷോ നടത്തിയാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയത്. തുടർന്ന് കളക്ടറേറ്റിൽ വരണാധികാരിയായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന് മുമ്പാകെ പത്രിക സമർപ്പിച്ചു. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ, മുതിർന്ന BJP നേതാക്കളായ O രാജഗോപാൽ, PK കൃഷ്ണദാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പിന്നാലെ ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശും പത്രിക സമർപ്പിച്ചു. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് പത്രികാ സമർപ്പണത്തിന് എത്തിയത്. ജില്ലാ വരണാധികാരി കളക്ടർ N ദേവിദാസ് മുമ്പാകെ പത്രിക സമർപ്പിച്ചു. മാവേലിക്കരയിൽ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറും NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയും പത്രിക നൽകി. ആലപ്പുഴയിൽ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് ഒപ്പമെത്തിയാണ് UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ നാമനിർദ്ദേശ പത്രിക നൽകിയത്. LDF സ്ഥാനാർത്ഥി AM ആരിഫും പത്രിക നൽകി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, മുതിർന്ന നേതാവ് G സുധാകരൻ അടക്കമുള്ള നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും എറണാകുളത്ത് UDF സ്ഥാനാർത്ഥി ഹൈബീഡനും പത്രിക നൽകി. തൃശൂരിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പത്രിക സമർപ്പിച്ചു. വയനാട്ടിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കൊപ്പം റോഡ് ഷോ നടത്തിയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ എത്തിയത്. തുടർന്ന് വരണാധികാരിയായ ജില്ലാ കളക്ടർ രേണു രാജ് മുമ്പാകെ പത്രിക സമർപ്പിച്ചു. വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എന്നിവരും പത്രിക നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.
മണ്ഡലത്തിൽ മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളി ആരാണെന്ന് നോക്കുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട്, തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം. മാറ്റം കൊണ്ടുപോകാൻ എനിക്ക് ഒരു താല്പര്യമുണ്ട്, കഴിവുമുണ്ട്. ആരാണ് ഓപ്പോണന്റോ, ഏതാണ് ഓപ്പോണന്റ് പറഞ്ഞതോ അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും അത് നോക്കിയിട്ടാണ് ഞങ്ങൾ അതിന്റെ പരിഹാരവും അവരെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള ദേശീയ നേതാക്കളെ രംഗത്തിറക്കുകയാണ് BJP. കേന്ദ്രമന്ത്രി S. ജയശങ്കർ പ്രചാരണത്തിനായി തിരുവനന്തപുരത്തെത്തി. രാജ്യം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തത് മോദി ഭരണത്തിന് കീഴിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ വെല്ലുവിളികൾക്കും അപ്പുറം ഇന്ത്യക്ക് വലിയ വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചുവെന്നും S. ജയശങ്കർ കൂട്ടിച്ചേർത്തു. Rajiv ji, let me say a few words about today, what is happening as we go into elections. I think as Modi government, we feel there is a solid 10-year record. In 2014, India was among the fragile 5 economies of the world. Today we are among the top 5 economies of the world. And this is despite the fact that during this period there was COVID, there was fighting in Ukraine, increase in oil prices, there was Middle East problem. But despite all the challenges, I think under Modi ji's leadership, we have actually steered the country very well. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇതുവരെ പിടിച്ചെടുത്തത് 33.31 കോടി രൂപയുടെ പണവും മറ്റു വസ്തുക്കളും 7.13 കോടിയുടെ ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധ ഏജൻസികൾ ഇതുവരെ നടത്തിയ പരിശോധനകളിൽ 33.31 കോടി രൂപയുടെ പണവും മറ്റു വസ്തുക്കളുമാണ് പിടിച്ചെടുത്തതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് 16 മുതൽ ഏപ്രിൽ 3 വരെയുള്ള സമയത്തെ കണക്കാണിത്. മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോയ പണം, മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ, സ്വർണമടക്കമുള്ള അമൂല്യ ലോഹങ്ങൾ, സൗജന്യ വിതരണത്തിനുള്ള വസ്തുക്കൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. സംസ്ഥാന പോലീസ്, ആദായ നികുതി വകുപ്പ്, എക്സൈസ് വകുപ്പ്, SGST വിഭാഗം, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വസ്തുക്കൾ പിടിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ കർശന പരിശോധന തുടരുമെന്നും സഞ്ജയ് കൌൾ അറിയിച്ചു. കൂടാതെ എല്ലാ അന്തർ സംസ്ഥാന അതിർത്തി പാതകളിലും CCTV സ്ഥാപിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂം വഴി തത്സമയ നിരീക്ഷണം നടത്തുമെന്നും സഞ്ജയ് കൌൾ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണ വേണ്ടെന്ന് UDF. വർഗീയ സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷന്റെ ചുമതലയുള്ള MM ഹസനും വ്യക്തമാക്കി. അതേസമയം ആർക്കും വ്യക്തിപരമായി ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്ന് SDPI നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് BJPയും ഇടതുമുന്നണിയും UDFനെതിരെ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുകയും ചെയ്തു. ഇതോടെയാണ് SDPI പിന്തുണ തള്ളി UDF നേതൃത്വം രംഗത്തെത്തിയത്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ ഒരുപോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. SDPI പിന്തുണയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDFും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDFന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. എല്ലാ ജനവിഭാഗങ്ങളും UDFന് വോട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായാണെന്നും സതീശൻ പറഞ്ഞു. SDPI പിന്തുണ വേണ്ടെന്ന് UDF തീരുമാനിച്ചതായി അറിയില്ലെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. മതേതര സർക്കാർ അധികാരത്തിൽ വരാൻ പല സംഘടനകളും പിന്തുണ നൽകും. UDF അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. ഞാൻ അങ്ങനെ ഒരു തീരുമാനം കേട്ടില്ല. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് പറഞ്ഞതും അതുപോലെ മറ്റു പലരും പറഞ്ഞതും വ്യത്യസ്തമായിട്ടുള്ള നിലയിലായിരുന്നു. ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള സംഘടനകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകിയാൽ അത് മതേതര ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്തുണയാണ്. വർഗീയ പ്രസ്ഥാനങ്ങളോട് കോൺഗ്രസ് ഒരിക്കലും സന്ധി ചെയ്തിട്ടില്ലെന്ന് KPCC മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വർഗീയതയോടോ അല്ലെങ്കിൽ തീവ്രവാദികളോടോ അല്പം പോലും കോംപ്രമൈസ് ചെയ്യാത്ത, ഒരിക്കലും സന്ധി ചെയ്യാത്ത
രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മതേതര ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ്. വോട്ടർ പട്ടികയിലുള്ള ആരുടെയും വോട്ട് സ്വീകരിക്കുമെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു. SDPI കഴിഞ്ഞ തവണ നേമത്ത് വി ശിവൻകുട്ടിയെ പിന്തുണച്ചിരുന്നുവെന്നും മുരളീധരൻ. ഞാൻ പറയാം, നേമത്ത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടിന് മുമ്പേ SDPI പറഞ്ഞല്ലോ ഞങ്ങൾ ശിവൻകുട്ടീനെയാണ് സഹായിച്ചത്. വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ടെന്ന് ആരും പറയില്ല. ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാർ വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. വയനാട്ടിലെ റോഡ് ഷോയിൽ കോൺഗ്രസ് ലീഗ് പതാകകൾ ഒഴിവാക്കിയതിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എങ്ങനെ പ്രചാരണം നടത്തണമെന്ന് പിണറായി വിജയൻ സ്റ്റഡി ക്ലാസ് എടുക്കേണ്ടെന്ന് കോൺഗ്രസും മറുപടി നൽകി. രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ കോൺഗ്രസ് ലീഗ് പതാകകൾ ഒഴിവാക്കിയതിലാണ് വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. വർഗീയവാദികളെ ഭയന്ന് സ്വന്തം പാർട്ടി പതാക ഒഴിവാക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് പതാക ഉയർത്തിക്കാട്ടാനുള്ള ആർജവം രാഹുൽ ഗാന്ധിക്കില്ലാതെ പോയെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകും. ഇത് ഒരുതരം ഭീരുത്വമല്ലേ? മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി കോൺഗ്രസ് ലീഗ് നേതാക്കൾ രംഗത്തെത്തി. പിണറായി കോൺഗ്രസിന് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും BJPയും തമ്മിൽ വീണ്ടും ഒക്കച്ചങ്ങായിമാരായി മാറിയിരിക്കുക. വയനാട്ടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴുണ്ടായ റോഡ് ഷോയിൽ പതാകയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാതി. ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട. അത് AKG സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി. കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടികൾ നടത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ ഉപദേശം വേണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വ്യക്തമാക്കി. അദ്ദേഹത്തിന് ഒറ്റ അജണ്ട, രാഹുൽ ഗാന്ധി സ്വാഗതം, മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി വിമർശിക്കട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. മനസ്സിലായല്ലോ? ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. മുഖ്യമന്ത്രി അഡ്വൈസ് ചെയ്യുന്നത്. UDF ഒറ്റക്കെട്ടായി നീങ്ങുന്നതിന്റെ കലിയാണ് പുതിയ വിവാദങ്ങൾക്ക് പിന്നിലെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം. ദേശീയ പതാക നിലനിർത്താനാണ് മത്സരിക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി PM A സലാം ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാൻ പതാക എന്ന പ്രചരണം ഉത്തരേന്ത്യയിൽ BJP സജീവമാക്കിയിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. വയനാട്ടിൽ ലീഗിന്റെ കൊടിയുണ്ടോ എന്ന് CPM നോക്കണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. രാജ്യത്തിന്റെ പലയിടത്തും CPMന് സ്വന്തം കൊടി കെട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊടി കൂട്ടിക്കെട്ടിയാലും ഇല്ലെങ്കിലും UDF ഒറ്റക്കെട്ടാണെന്നും PK കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. CPMന് ഇടതുമുന്നണിക്ക് അവരുടെ കൊടി സ്വതന്ത്രമായി ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റുമോ, ബംഗാളിൽ പറ്റുമോ? കോൺഗ്രസിന്റെ കൊടി കൂട്ടിക്കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല. ഈ കേരളത്തിന്റെ അപ്പുറമുള്ള ഒരു സ്ഥലത്തും അതൊന്ന് പൊക്കാൻ കഴിയില്ല. അവിടെ ഞങ്ങളെ കൊടിയും വടിയും മാത്രം നോക്കണ്ട, നിങ്ങളുടേതും സ്വതന്ത്രമായി ഈ രാജ്യത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത സ്ഥിതിയുണ്ട്. ബംഗാളിൽ ചെന്നാൽ നമുക്കറിയാം കോൺഗ്രസിന്റെ സഹായം വേണം. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് എവിടെ പാർലമെന്റിലെത്തണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസിന്റെ സഹായം, ലീഗിന്റെ സഹായം, അതുപോലെ തന്നെ DMKയുടെ സഹായം ഒക്കെ ആയിട്ടാണ് ഇടതു മുന്നണി അവിടെ CPMന്റെ ആളുകൾ അവിടെ എത്തുന്നത്. രാഹുൽ ഗാന്ധിയുടേതിന് സമാനമായി ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിലും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാകകൾ ഉപയോഗിച്ചില്ല. കോൺഗ്രസ് പതാക ഉപയോഗിക്കണോ പ്ലക്കാർഡ് ഉപയോഗിക്കണോ എന്ന കാര്യം CPM തീരുമാനിക്കേണ്ടെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. അച്ചുമ്മനും KK രമയും നയിച്ച റോഡ് ഷോ മഹിളാ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് അരങ്ങേറിയത്. വയനാട്ടിൽ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാക ഉപയോഗിക്കാത്തത് ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. അതേ രീതിയിലാണ് ഷാഫി പറമ്പിൽ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി
വടകരയിൽ നടത്തിയ റോഡ് ഷോയും ഇന്ന് അരങ്ങേറിയത്. കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ RMPയുടെയോ ഒരു പതാക പോലുമില്ല. പകരം ഷാഫി പറമ്പിലിൻ്റെ ചെറു കട്ടൗട്ടുകളും ത്രിവർണ്ണ നിറത്തിലുള്ള ബലൂണുകളും തൊപ്പികളുമായാണ് പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നത്. ഷാഫിയുടെ രാഷ്ട്രീയ ഗുരുനാഥൻ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനും KK രമ MLAയുമാണ് മഹിളാ പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോ നയിച്ചത്. റോഡ് ഷോയിൽ കൊടി ഉപയോഗിക്കാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷാഫിയുടെ മറുപടി ഇങ്ങനെ: ഇത്രയും ദിവസം നിങ്ങൾ കണ്ടില്ല, എല്ലാ റോഡ് ഷോയിലും പാർട്ടി പദ്ധതി സ്ത്രീകളാണ് ഇത് നയിക്കുന്നത്. അപ്പോൾ അത് അവർ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമല്ലേ. ചില ദിവസം പ്ലക്കാർഡ്, ചില ദിവസം കൊടി, ചില ദിവസം ബലൂൺ, അത് ഞങ്ങളിപ്പോൾ തൊപ്പി. ഞങ്ങൾക്ക് അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് അത് ഞാൻ അവരോട് ചോദിക്കണോ? ഞങ്ങളുടെ പ്രകടനത്തിൽ ഏത് ദിവസം ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണമെന്ന് CPMനോട് ചോദിക്കാൻ പറ്റുമോ? പലപ്പോഴും പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേതാക്കൾ പാടുപെട്ടതോടെ ഇടയ്ക്ക് ഷാഫി തന്നെ മൈക്ക് കയ്യിലെടുത്തു. ഒരു ചെറിയ അഭ്യർത്ഥന, നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ആവേശത്തിലാണ് വടകരയിലെ വോട്ടർമാരും ജനാധിപത്യ വിശ്വാസികളും UDFന്റെ പോരാളികളും എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രവർത്തകരോട് അച്ചടക്കത്തോടെ നീങ്ങാൻ നിർദ്ദേശിച്ച് രംഗത്ത് വന്നു. 1000-ലധികം മഹിളാ പ്രവർത്തകരാണ് പരിപാടിയിൽ അണിനിരുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനും തെരഞ്ഞെടുപ്പ് ചുമതലകൾക്കും മന്ത്രിമാരുടെ നീണ്ട നിരയാണ്. സംസ്ഥാന മന്ത്രിസഭയിലെ 3 മന്ത്രിമാരാണ് മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധികൾ. ഏറ്റവും അധികം മന്ത്രിമാരുള്ള ലോക്സഭാ മണ്ഡലവും മാവേലിക്കരയാണ്. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ, പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ, ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ. മാവേലിക്കരയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 ജനപ്രതിനിധികൾ മന്ത്രിമാർ. ഇതിനൊപ്പം കൃഷിമന്ത്രി P പ്രസാദും മണ്ഡലത്തിലെ വോട്ടറാണ്. അങ്ങനെയാകെ 4 മന്ത്രിമാരാണ് ഇടതു പ്രചരണത്തിന് മണ്ഡലത്തിൽ തലങ്ങും വിലങ്ങും ഓടുന്നത്. വാഹന പ്രചരണങ്ങളിലും ബൂത്ത് തല സമ്പർക്ക പരിപാടികൾക്കും മന്ത്രിമാർ ഇറങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞാണ് മന്ത്രിമാരുടെ പ്രചരണം. മന്ത്രി P പ്രസാദിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയാണ് സ്ഥാനാർത്ഥി CA അരുൺകുമാർ. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ചുമതലകൾക്കിടയിലും മാവേലിക്കരയിലും P പ്രസാദ് സജീവം. കഴിഞ്ഞ പ്രാവശ്യം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ഞാൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സജി ചെറിയാൻ. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ 19 മണ്ഡലങ്ങളിൽ LDFനെതിരായിട്ടുള്ള വിജയം. പിന്നീട് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് വന്നതിന് ഫലമായിട്ട് 2 MPമാർ LDFനുണ്ട് എന്നാണ്. ഇത്തവണ രീതികൾ വ്യത്യാസമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും അനുകൂലമായ ഒരവസരം സംജാതമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയാണ് ഇപ്പോൾ. ലോക്സഭാ മണ്ഡലത്തിലെ 7 LDF MLAമാരാണ്. ഇതെല്ലാം ഇത്തവണ മാവേലിക്കര പിടിക്കാൻ സഹായകരമാകുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. CAA വിഷയത്തിൽ ഉൾപ്പെടെ UDF MPമാർ സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതൊന്നും അറിയാതെ ആരോ എഴുതി കൊടുത്തത് കഴിഞ്ഞ 30 ദിവസമായി മുഖ്യമന്ത്രി വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ MPയുടെ വികസന രേഖ പ്രകാശനം ചെയ്യുകയായിരുന്നു VD സതീശൻ. കൊല്ലം DCC ഹാളിൽ നടന്ന എനിക്ക് പ്രേമചന്ദ്രന്റെ വികസന രേഖാ പ്രകാശനത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. CAAക്കെതിരെ പാർലമെന്റിൽ UDF MPമാർ സംസാരിച്ചില്ലെന്നും വോട്ട് ചെയ്തില്ലെന്നും നുണപ്രചരണം നടത്തുകയാണ് മുഖ്യമന്ത്രി. MP എന്ന നിലയിൽ പാർലമെന്റിനകത്തും മണ്ഡലത്തിലും പ്രേമചന്ദ്രന്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി മുതൽ മുഖ്യമന്ത്രി മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. രാജ്യത്ത് നടക്കുന്നത് അദ്ദേഹം വിദേശത്തായിരുന്നു പറഞ്ഞത്. പൗരത്വ നിയമം പാസ്സാക്കുമ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്തു, എതിരായി നോ. അപ്പം നോ ചെയ്ത 80 പേരുടെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് ഞങ്ങൾ വീണ്ടും അയച്ചു കൊടുത്തു, മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. തൊഴിലാളി പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ വിഷയങ്ങൾ പാർലമെന്റിൽ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം
വികസന പ്രവർത്തനങ്ങൾ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഇതെല്ലാം അദ്ദേഹം ചെയ്തു തീർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പാർലമെന്റ് അംഗം എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാൻ, പാർലമെന്റിനകത്തുള്ള പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാനോ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ ഒന്നും ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. വികസന രേഖ പാർട്ടി നോക്കാതെ എല്ലാ വീടുകളിലും എത്തിക്കണമെന്നും വി.ഡി. സതീശൻ ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് വികസന രേഖ പ്രകാശനം ചെയ്തു. N.K. പ്രേമചന്ദ്രൻ MP സ്വാഗതം പറഞ്ഞു. DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ്, PC വിഷ്ണുനാഥ് MLA, RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ചരിത്ര സ്പന്ദനം. കേരള രാഷ്ട്രീയത്തിലെ വൻമരമായിരുന്ന PT ചാക്കോ ഒരിക്കൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ തെരഞ്ഞെടുപ്പിൽ പഴയ മീനച്ചിൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാംഗമായ PT ചാക്കോ 1 വർഷത്തിന് ശേഷം അംഗത്വം രാജിവെക്കുകയായിരുന്നു. മീനച്ചിലിൽ നിന്ന് 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു PT ചാക്കോയുടെ വിജയം. 1 വർഷത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ രാജി കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചു. തിരുവിതാംകൂർ നിയമസഭയിലും തിരുക്കൊച്ചി നിയമസഭയിലും അംഗമായിരുന്ന ചാക്കോ ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് ഉയരുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വഴിയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി പല കാര്യങ്ങളിലും PT ചാക്കോയ്ക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ആദ്യ ലോക്സഭയിൽ നിന്ന് രാജിവെച്ചതിൽ പിന്നെ PT ചാക്കോ പൂർണ്ണമായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു. ആദ്യത്തെ ഐക്യ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി. 1960-64 പട്ടത്തിന്റെയും R. ശങ്കറിന്റെയും മന്ത്രിസഭയിൽ ആഭ്യന്തരവും റവന്യൂവും കൈകാര്യം ചെയ്തു. ഔദ്യോഗിക വാഹനത്തിൽ ഒരു സ്ത്രീയെ കണ്ടുവന്ന പ്രശ്നത്തിൽ ആരോപണവും പ്രചാരണവും രൂക്ഷമായതോടെ മന്ത്രിസ്ഥാനം രാജിവെച്ച ചാക്കോ വീണ്ടും അഭിഭാഷകനായി പ്രവർത്തിക്കാൻ തുടങ്ങി. എങ്കിലും അകാലത്തിൽ മരണപ്പെട്ടു. ഈ സംഭവങ്ങൾ അധികം വൈകാതെ കോൺഗ്രസിന്റെ പിളർപ്പിലെത്തി. അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിന്റെ പിറവി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. വോട്ട് പഞ്ച്. വർഗീയ പ്രസ്ഥാനങ്ങളോട് കോൺഗ്രസ് ഒരിക്കലും സന്ധി ചെയ്തിട്ടില്ലെന്ന് KPCC മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മതേതരവാദികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ആ നീക്കം വൃഥാവിലാകുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. വർഗീയതയോടോ അല്ലെങ്കിൽ തീവ്രവാദികളോടോ അല്പം പോലും കോംപ്രമൈസ് ചെയ്യാത്ത, ഒരിക്കലും സന്ധി ചെയ്യാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മതേതര ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ട് ദേവിയായിട്ട് ഈ രാജ്യത്തെ മതേതരവാദികളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വൃഥാശ്രമമായിരിക്കും. 1977 അദ്ദേഹം കൂത്തുപറമ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി പോയ വ്യക്തിയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യം ശ്രീമാൻ പിണറായി വിജയനും അന്നത്തെ ജനസംഘവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുകയാണ്. മാത്രമല്ല അന്ന് പുതുമയിൽ മത്സരിച്ച KG മാരാർ, ആ മാരാർക്ക് അനുകൂലമായിട്ട് കൂത്തുപറമ്പിലെ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങോട്ടും അവിടെയുള്ള ജനസംഘക്കാർ ഇങ്ങോട്ടും വന്ന് പ്രവർത്തിച്ചു എന്ന കാര്യം അന്ന് തന്നെ പറഞ്ഞാണ്. ഇന്നുവരെ അത് കോൺട്രാക്ട് ചെയ്യില്ല. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തരാതരം വർഗീയതയെ വാരിപ്പുണർത്ത പ്രസ്ഥാനമാണ് എന്ന കാര്യം അവർ മറക്കരുത്. എന്നിട്ടാണ് മരണം കിടന്ന് പിന്നെ മേലോട്ട് തുപ്പുന്നത്. ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. താൻ BJPയിലേക്ക് പോകുമെന്ന് ആരോപിക്കുന്നവർക്കുള്ള മറുപടിയാണ് കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയതിലൂടെ നൽകിയതെന്ന് അച്ചു ഉമ്മൻ. ഷാഫി പറമ്പിലിനെ വടകര ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. വടകരയിലെ ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഇത്രയധികം എതിർപ്പുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലെന്നും അച്ചു ഉമ്മൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയ്ക്ക് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള അച്ചു ഉമ്മൻ എത്തിയിട്ടുണ്ട്. അച്ചുവിനോട് തന്നെ ചോദിക്കാം. അച്ചു, എങ്ങനെയാണ് ഈ വടകരയിലെ ആവേശത്തെ കാണുന്നത്? ഈ അടുത്തെങ്ങും ഇത്രയും വലിയൊരു ആവേശത്തോടു കൂടിയുള്ള ഒരു ഇലക്ഷൻ പരിപാടി നമ്മൾ കണ്ടിട്ടില്ല. ഷാഫിയെ 2 കൈയും നീട്ടി വടകര സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണിത്. ഇനിയിപ്പോൾ നമ്മൾ പ്രവർത്തകർ ചിന്തിക്കുന്നത് എത്രയധികം ഭൂരിപക്ഷം എന്നുള്ളതിലാണ്. അതുകൊണ്ട് വിജയം ഉറപ്പിച്ചു, ഭൂരിപക്ഷം എത്ര. അതായത് അച്ചു ഉമ്മൻ ഒപ്പം മറിയം ഉമ്മനൊക്കെ BJPയിൽ പോകുമെന്നൊരു കുപ്രചരണം നടക്കുന്നു. അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? അതിനെ എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? ഞാനിവിടെ വന്ന് നിൽക്കുന്നതല്ലേ അതിനുള്ള മറുപടി.
എല്ലായിടത്തും പ്രചരണത്തിനായി പോകുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. ഷാഫി എന്നെ പേഴ്സണലി വിളിച്ചു, ഇവിടെ വരണം, ഇവിടെ എത്തി. അങ്ങനെ വളരെ കുറച്ച്, അങ്ങനെ കാര്യമായിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇത്തവണ UDFന്റെ പ്രതീക്ഷ എന്താണ്? എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിനോടും സംസ്ഥാന സർക്കാരിനോടും ഇത്രയധികം എതിർപ്പുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ വൻപിച്ച ഭൂരിപക്ഷ അല്ലെങ്കിൽ വിജയമാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും താൻ BJPയിലേക്ക് പോകും എന്ന കുപ്രചരണത്തിലുള്ള മറുപടി കൂടിയാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എത്തിയതിലൂടെ നൽകിയതെന്നാണ് അച്ചൂമ്മൻ പറയുന്നത്. ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തോത്തിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. വർഗീയ ചിന്താഗതിയുള്ള ആരുടെയും വോട്ട് വേണ്ടെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. തികച്ചും മതേതരവാദികളായവരുടെ വോട്ട് മാത്രം മതിയെന്നും ഷാഫി വ്യക്തമാക്കുന്നു. കേരള വിഷൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടകര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പത്രിക സമർപ്പിക്കുന്നതിനായി റോഡ് ഷോയായി പോകുന്ന ഒരു കാഴ്ചയാണ്. ഷാഫി, വലിയൊരു ജനക്കൂട്ടമാണ്, വലിയൊരു പിന്തുണയാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്നു? അല്ല, വടകരയിൽ ആദ്യം വന്ന് ഇറങ്ങിയത് തൊട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ആദ്യം കണ്ട കാഴ്ചയെ പരിഹസിച്ചും ആക്ഷേപിച്ചും ലോറിയിൽ ആളെ കൊണ്ടുവന്നാണെന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ അപ്പോഴേ പറയുന്നുണ്ട്, അത് ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണമാണത്. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ജയിക്കണം, UDF ജയിക്കണം എന്നുള്ള അനിവാര്യത, ഇന്ത്യ മുന്നണി ജയിക്കണം എന്നുള്ള അനിവാര്യത ബോധ്യപ്പെട്ട ഒരു ജനതയുടെ ആത്മാർത്ഥമായ അവരുടെ എക്സ്പ്രഷനായിരുന്നു അത്. അതിനെ പരിഹസിച്ചവർ, ആക്ഷേപിച്ചവർ ഇപ്പോൾ കാണേണ്ടത് ഞങ്ങൾക്ക് എല്ലാ നിയോജകമണ്ഡലം തലത്തിലും എല്ലാ വിഭാഗങ്ങളുടെയും, പുരുഷന്മാരുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കംഫർട്ടബിളായിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം ഈ ജനക്കൂട്ടം, ഈ ആൾക്കൂട്ടം, ഈ വോട്ടർമാരും വോട്ട് ചോദിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ, പൊതുസമൂഹം, അവരെല്ലാവരും കൂടെ ചേർന്ന് നൽകുന്നുണ്ട്. ഇതോടെ അങ്കത്തട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.